അമ്മയിൽ ചരിത്ര സംഭവത്തിൻ്റെ മുഹൂർത്തമാണ്. 15 വർഷത്തിന് ശേഷം നമ്മളൊന്നും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ, ജഗതിച്ചേട്ടൻ ഇന്ന് അമ്മയുടെ കുടുംബസംഗമത്തിന് വരികയാണ്. ആ ചിരിയിലുണ്ടെല്ലാം 15 വർഷം ഇവിടെ വന്നിട്ട് ഇന്ന് ജഗതിച്ചേട്ടൻ വരികയാണ്. സന്തോഷമല്ലേ? അതാണ് വേണ്ട ജഗതിച്ചേട്ടൻ. ഞങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിക്കും. അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ജഗതിച്ചേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും എപ്പോൾ വരും കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ജഗതിച്ചേട്ടൻ. ജഗതിച്ചേട്ടൻ ചെയ്തു വെച്ച സിനിമകളിൽ അഭിനയിച്ചവരും ജഗതിച്ചേട്ടൻ്റെ കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ ജഗതിച്ചേട്ടനെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. അല്പസമയം കഴിയുമ്പോൾ ജഗതിച്ചേട്ടൻ റൂമിൽ നിന്നിറങ്ങും, സ്റ്റേജിൽ എല്ലാവരോടൊപ്പം ഇരിക്കും. അത് അമ്മയുടെ ഒരു വിജയമാണ് കേട്ടോ. അമ്മയുടെ ചരിത്രത്തിലൊരു വിജയമാണ്. 2011 ജഗതിച്ചേട്ടൻ ലാസ്റ്റായിട്ട് അമ്മയുടെ കുടുംബസംഗമത്തിന് വന്നത്, 2011. അതിനുശേഷം ആലോചിച്ച് വെക്കണം, 15 വർഷം ജഗതിച്ചേട്ടൻ അമ്മയോട് ഒന്നും മാറി നിന്ന പോലെ, അല്ലെങ്കിൽ വരാൻ കഴിയാത്ത സാഹചര്യം. പക്ഷെ അതൊക്കെ മറികടന്ന് ഇന്ന് ജഗതിച്ചേട്ടൻ എത്തുമ്പോൾ അമ്മയുടെ ഓരോ അംഗങ്ങൾക്കും ഏറ്റവും അഭിമാനമുള്ള മുഹൂർത്തമാണ്. എനിക്ക് അതിലുപരി ജഗതിച്ചേട്ടൻ്റെയൊക്കെ സിനിമ കണ്ട് നമ്മൾ വളർന്നതാണ്. ഏറ്റവും നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലായിട്ട് ആ ചിരിയും ആ തലകുലുക്കും കാണും. ഞാൻ പണ്ട് ജഗതിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പണ്ട് സൂര്യ ടി വിയിലുള്ളപ്പം ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ആ ജഗതിച്ചേട്ടൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ചേട്ടാ, ഒത്തിരി സന്തോഷം, നമുക്ക് അങ്ങോട്ട് പോകണം, എല്ലാവരുമായിട്ട് ഒന്ന് കൈ അവിടെ വെച്ച് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ജഗതിച്ചേട്ടനെ കൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യാണ്. അതിന് അവിടെ നമ്മൾ വണ്ടി കയറി അവിടെ പോയി മൊത്തം നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് പോകാനുള്ള സംവിധാനം ചെയ്യുന്നു. ഞാൻ വിളിക്കുമ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വരും, നമ്മൾ ഒരുമിച്ച് പോകും, മോനെ പറയാം. അപ്പോൾ ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. സന്തോഷം. അങ്ങനെ നമ്മൾ ഇറങ്ങും. എന്നിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് നമ്മൾ അവിടെ എത്തിക്കും. അവിടെ എത്തിയതിനു ശേഷം സ്റ്റേജിൽ എല്ലാവരുമായിട്ട് ജഗതിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച എത്രയോ പേര് കാണാൻ, ജഗതിച്ചേട്ടനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ എത്തിക്കാൻ പോവുകയാണ്. നമുക്ക് ഇനി അവിടെ വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് കയറിയിരുന്നാൽ നമുക്ക് പരിപാടി ആരംഭിക്കാം. പുറത്തുള്ള നമ്മുടെ അംഗങ്ങൾ ദയവ് ചെയ്ത് അകത്തേക്ക് കയറി വരേണ്ടതാണ്. ദയവ് ചെയ്ത് എല്ലാവരും തിരിക്കണം. നമ്മൾ വളരെ വൈകി തുടങ്ങാൻ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ, അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.
ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.